ആദ്യം പോലെ തന്നെ. അന്നേരം നമ്മൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസം അവിടുത്തെ തൊഴിലാളികളെ വിഷയവുമായി ബന്ധപ്പെട്ട് AITUC, INTUC, CIT ഉൾപ്പെടെയുള്ള യൂണിയൻ്റെ നേതാക്കന്മാർ അവരെ വിളിച്ചുകൂട്ടി. അവരെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ബോണസ് ഉൾപ്പെടെ കഴിഞ്ഞ 2 ബോണസിന് ഉൾപ്പെടെ നമ്മളാണ് അവരെ ബന്ധപ്പെടുകയും ഈ ചർച്ചയെല്ലാം നടത്തി DLO സാന്നിധ്യത്തിൽ ഇത് പരിഹരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവർക്ക് അർഹമായ ശമ്പളം കിട്ടുന്നില്ല. പണ്ട് 12 മണിക്കൂർ 13 മണിക്കൂർ തിരക്കുള്ള ദിവസങ്ങളിൽ അവർ പണിയെടുക്കുന്നു. അങ്ങനെ നിരവധി വിഷയങ്ങളാണ്. അതെല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ മാസം കത്ത് കൊടുത്തുകൊണ്ട് 23 ദിവസത്തോളം കഴിഞ്ഞിട്ടും ചർച്ചയ്ക്ക് വിളിക്കാത്തൊരവസ്ഥ വന്നപ്പോഴാണ് നമ്മളത് ആ കത്തിൻ്റെ കോപ്പി DLOയ്ക്കും അതോടൊപ്പം തന്നെ പോലീസ് മേധാവികൾക്കും എല്ലാം കൊടുത്തിട്ട് കഴിഞ്ഞ 13-ാം തീയതി മുതൽ നമ്മൾ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചു. അന്ന് രാവിലെ പണിമുടക്കിന് വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയതാണ്. തലേന്ന് കളക്ടർ ബന്ധപ്പെട്ട് DLOയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തണം, ഈ സമരം മാറ്റിവെക്കണമെന്ന് പറഞ്ഞു. ഒരു ജനാധിപത്യ പാർട്ടിയുടെ യൂണിയൻ എന്ന നിലയ്ക്ക് നമ്മളതെല്ലാം മനസ്സിലാക്കി ആ സമരം ഒഴിവാക്കി അവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി DLO ഓഫീസിൽ ചർച്ച നടന്നു. ചർച്ചയ്ക്ക് മാനേജ്മെൻറ്റ് പങ്കെടുത്തില്ല. എന്നാൽ അവർക്ക് വീണ്ടും നോട്ടീസ് കൊടുത്ത് 17-ാം തീയതിയിലേക്ക് ഈ ചർച്ച നടത്താമെന്ന് DLO ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമ്മതിച്ച് 17-ാം തീയതിയും ഒരു കാരണവശാലും ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആരും പങ്കെടുത്തില്ല. അങ്ങനെയാണ് DLO തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ പരിശോധന നടത്താനും ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും ഈ തൊഴിലാളികളുടെ അഭിപ്രായങ്ങൾ അറിയാനും വേണ്ടി ഒരു സംയുക്ത ടീമിനെ തന്നെ വെച്ചുകൊണ്ടാണ് അവിടെ പരിശോധന നടത്തിയത്. ആ പരിശോധനയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിമാൻഡുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാം ശരിയാണെന്നുള്ളതും 5-ാം തീയതിക്കകം ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് DLO നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഒരു 12 മണിയോടുകൂടി 3 യൂണിയൻ്റെയും നേതാക്കന്മാരെ വിളിക്കുന്നു. അടിയന്തരമായ ഒരു ചർച്ച നടത്തി നമുക്കിത് പരിഹരിക്കാൻ നോക്കാം. നമ്മളൊരു ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെന്ന നിലയ്ക്ക് നമ്മൾ അപ്പോൾ തന്നെ കൂട്ടായിട്ടൊന്ന് ആലോചിച്ചപ്പം റിയാസ് ഇതിൽ ഡിമാൻഡ് നോട്ടീസ് ഉൾപ്പെട്ടുള്ള റിയാസ് ആറ്റിങ്ങിലാണ്. അന്നേരം പറഞ്ഞ റിയാസെ നമുക്ക് ഈ ഏതെങ്കിലും കാരണവശാൽ ഇത് മാറ്റിവെക്കണോ? വേണ്ട, ഒരു കാരണവശാലും മാറ്റിവെക്കേണ്ട. INTUC നേതാക്കന്മാർ അവിടെ എത്തും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഈ നേരത്തെ ചർച്ചയ്ക്ക് വന്നിട്ടുള്ള HS രാധാകൃഷ്ണ സാറുമായിട്ട് നമ്മൾ സംസാരിച്ച്, പുള്ളി തിരുവനന്തപുരത്താണ്. ഒരു കാരണവശാലും ചർച്ച മാറ്റേണ്ട, നിങ്ങൾ ചർച്ച നടത്തുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നലെ അവിടെ ജഡായുവിൻ്റെ ഓഫീസാണ് അവർക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളും നേരത്തെ ചർച്ച നടത്തിയിട്ടുള്ളതെല്ലാം അവിടെയാണ്. അവിടെ ഒക്കാതെ വരപ്പോഴാണ് DLO ഓഫീസിൽ വെച്ച് ബോണസ് ഉൾപ്പെടെ പരിഹരിച്ചിട്ടുള്ളത്. എന്നിട്ട് അവിടെ ചർച്ച നടത്താൻ രഹസ്യ ചർച്ചയൊന്നുമില്ല, പരസ്യമായ അവിടുത്തെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ഈ ചർച്ച നടത്തുന്നത്. ആ ചർച്ചയിൽ ഈ 3 യൂണിയൻ ഒപ്പിട്ട 3 യൂണിയനെ വിളിച്ചിട്ടുള്ളൂ. അവിടെ വന്നിട്ട് BMSനെ വിളിക്കണമെന്ന് CIT-നോ AITUC INTUC ആവശ്യപ്പെടേണ്ട ഒരു കാര്യമില്ല. അതെല്ലാം മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ചർച്ച നടത്തി. ആ ചർച്ച പൂർണ്ണമായിട്ടില്ല. അതിൽ രാജീവ് സാറിൻ്റെ മരുമകൻ ദീപക്കാണ് പങ്കെടുത്തത്. രാജീവ് സാറും കൂടി പങ്കെടുത്തുകൊണ്ട് ഈ ചർച്ച നടത്തി ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്നും ഈ വരുന്ന 5-ാം തീയതിക്കകം ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ 6-ാം തീയതി സംയുക്ത ട്രേഡ് യൂണിയൻ എന്ന നിലയ്ക്ക് നമ്മൾ കൂടി അതിശക്തമായ സമര പരിപാടികളും ഈ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും CIT-യും INTUC AITUC-യാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പോരാട്ടത്തിൽ ഒരു പുറകോട്ടും പോകില്ല. നമ്മളെ അവിടെ നിൽക്കുന്ന തൊഴിലാളികളെ മുഴുവൻ അംഗീകാരം ഉള്ള 3 യൂണിയനാണ്. ആ യൂണിയന് ഏതെങ്കിലും രീതിയിൽ ഭിന്നിപ്പിക്കാൻ നോക്കിയാൽ ഒരു രക്ഷയില്ല. ഇന്ന് തൊഴിലാളികൾക്കെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ രീതിയിലാണ് ഈ സമരം മുമ്പോട്ട് പോകുന്നത്. ഇന്നലെ നടന്ന കാര്യങ്ങൾ സന്തോഷ് പറഞ്ഞു. ഞാൻ പറയുന്നത്, ഞങ്ങൾ ചർച്ച കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മീഡിയകളിലൂടെ ഏതോ ഒരു വലിയ സംഭവം അവിടെ നടന്നതായിട്ട്, നമ്മുടെ സഹോദരങ്ങളാണ് നിങ്ങൾ മീഡിയ പ്രവർത്തകർ, ഈ ഇടുന്ന വാക്കുകൾക്ക് പല അർത്ഥങ്ങളാണ്. രഹസ്യ ചർച്ച എന്ന കാര്യമേ അവിടെ നടന്നില്ല. പരസ്യ ചർച്ചയായിരുന്നു, അല്ലേ? പരസ്യമായ ചർച്ച. അതിൽ ഏത് യൂണിയനെ വിളിക്കണം, ഏത് യൂണിയനെ വിളിക്കണ്ട എന്ന് തീരുമാനിക്കേണ്ടുന്ന അധികാരം ഞങ്ങൾക്കില്ല. AITUC-യെ വിളിച്ചതുകൊണ്ട് ഞാൻ പോയി, CIT-നെ വിളിച്ചതുകൊണ്ട് സന്തോഷം വന്നു, INTUC-യുടെ പ്രതി. എന്നാൽ മറ്റൊരു യൂണിയൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ വിളിക്കണമെന്ന് പറയേണ്ടുന്ന ചുമതല ഞങ്ങളുടെ യൂണിയനെ സംബന്ധിച്ചേയില്ല. പിന്നെ എൻ്റെയൊക്കെ പ്രസ്ഥാനത്തിനെ കുറിച്ച് ഞാനൊരു വാക്ക് മാത്രം, എന്നെ വിളിക്കാതെ ഈ മുറിയിൽ ഒരു ചർച്ച നടക്കുമ്പോൾ ഞാൻ വന്ന് എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല, ഞാനിവിടെ ചർച്ചയിൽ പങ്കെടുക്കേണ്ടുന്ന ഒരാളല്ലേ എന്ന് ഒരിക്കൽ പോലും പറയാൻ താല്പര്യപ്പെടില്ല. കാരണം ആ മുതലാളിക്ക് അവരെ കൂടെ വിളിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന കർത്തവ്യമുണ്ട് എന്ന് തോന്നിയാൽ മാത്രം ആ മുതലാളിക്ക് അതുമായി ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. മീഡിയയിൽ കണ്ടു ഇന്നോട്ട് എന്തോ അത്ഭുതം അവിടെ നടക്കുന്നു എന്നും കണ്ടു. പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു ഇതുമായും
പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു കാര്യവും നടന്നില്ല. പിന്നെ ഞങ്ങൾക്ക് അന്തസ്സായിട്ട് ഇപ്പോഴും തലയുയർത്തി പറയാവുന്ന ഒരു കാര്യമാണ്, ഇന്നലെ ഞങ്ങളെ വിളിച്ചു, ഒരു 10-15 മിനിറ്റ് നേരം സംസാരിച്ചു. ആ സംസാരിച്ചതിൽ അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് അനുകൂലമല്ലാത്ത നിലപാടാവുന്ന ഞങ്ങൾ 3 പേരും ഒറ്റക്കെട്ടായി നിന്നത്, ഒന്ന് 8 മണിക്കൂർ ജോലി, അധിക ജോലിക്ക് അധിക ശമ്പളം, അവധി ദിനങ്ങൾ, ശമ്പളത്തോടു കൂടിയ ആഴ്ചയിൽ 1 ദിവസത്തെ ലീവ്, ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഈ പറയുന്ന സംഘടനകൾ തയ്യാറല്ല. അത് ഞങ്ങൾ അയാളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളൂ. ഞങ്ങളുടെയൊക്കെ പരിശ്രമ ഫലമായിട്ടാണ് DLOയുടെ ഇൻസ്പെക്ഷൻ ഇവിടെ വന്നത്. അന്ന് ഈ മീഡിയ നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം അതിനകത്ത് ബന്ധപ്പെടുകയും അവരെ മൊഴിയെടുപ്പിക്കുകയും ഒക്കെ ചെയ്തു. ആ മൊഴിയെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് വേണേൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ ശരിയെന്നാണ് ഗവൺമെന്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾ മുഴുവൻ ശരി, അതിലൊരൊറ്റ കാര്യം പോലും തെറ്റില്ല എന്നാണ് അവർ കണ്ടത്. ഇത് മുഴുവൻ തെളിയിക്കാനുള്ള റെക്കോർഡുമായി 5/3/25 DLO ഓഫീസിൽ എത്തണമെന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അവർ ഞങ്ങൾക്ക് അവധി ശമ്പളം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ്, ഫെസ്റ്റിവൽ അലവൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ്, ബോണസ് തന്നതിൻ്റെ റെക്കോർഡ്, 8 മണിക്കൂറിൽ കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അധിക ശമ്പളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ്, ഇങ്ങനെയുള്ള റെക്കോർഡുകളുമായി ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെല്ലുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ചെന്നില്ലെങ്കിൽ ഇപ്പോൾ സന്തോഷ് പറഞ്ഞതുപോലെ 5-ാം തീയതിയാണ് അതിൻ്റെ തീയതി. 6-ാം തീയതി തൊട്ട് എന്ത് ചെയ്യണമെന്ന് ഈ പാർട്ടി ആലോചിക്കും. ഒരു വാചകം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഈ സ്ഥാപനം ഭംഗിയായി കൊണ്ടു നടക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ അഞ്ജൻ രാജീവ് സാറിൻ്റെ ഭാഗത്ത് നിന്ന് പരാജയമാണ്. ഈ ലോകത്ത് ടൂറിസം മൊത്തത്തിൽ വരുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിനോട് ഒക്കെ ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നല്ലതുപോലെ ഇത് നടത്താവുന്ന ആരുടെയെങ്കിലും കയ്യിൽ ഇത് ഏൽപ്പിക്കുക. ഇതിനു വേണ്ടി 30ഓളം തൊഴിലാളികൾക്ക് ചെറിയ ഒരു ശമ്പള വർധന പോലും നടത്താൻ, അതിലൊരു ചർച്ചയിൽ പങ്കെടുക്കുവാൻ 1 മാസം കൊണ്ടുപോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ, 2 തവണ DLO വിളിച്ചിട്ട് വരത്തില്ല എന്ന് പറഞ്ഞാൽ, ഈ സ്ഥാപനം ചടയമംഗലത്തെയും ആക്ഷേപിക്കുകയാണ്. ഈ ആക്ഷേപം തുടർന്നാൽ ലോക ഭൂപടത്തിൽ ചടയമംഗലം എന്നുള്ളത് കറുത്ത വൃത്തത്തിൽ രേഖപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് ഈ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയിൽ ലോകത്തിൽ നിന്ന് പലരും വന്നിട്ടുണ്ട്. അവർക്ക് ഇത് നടത്താൻ താല്പര്യമുണ്ടാകും. നടത്തിയാൽ നാട്ടുകാർക്കും പ്രയോജനമുണ്ടാകും. ഇപ്പോൾ നാട്ടുകാർക്ക് സംബന്ധിച്ച് വലിയ പ്രയോജനമൊന്നുമില്ല. ഒരു മുറുക്കാൻകട പോലും അവിടെ നടത്താൻ കഴിയുന്നില്ല. ഭിത്തിയോട് ചാരി വെച്ചൊരു തട്ടുകട നടത്താൻ കഴിയുന്നില്ല. അങ്ങനെ നാട്ടുകാർക്ക് 100 പേർക്ക് ജോലിയും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു നല്ല സംഭവത്തിലേക്ക് പോകണം. ആ ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 5-ാം തീയതിക്ക് മുമ്പ് ബഹുമാന്യനായ ലോകം അറിയുന്ന ഒരു ഒരു ശില്പി കൂടിയായ ആ വലിയ മനുഷ്യൻ ഈ 30ഓളം തൊഴിലാളിക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കും. ഒരു കാര്യം പറയാം, അവിടെ 2 ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ടല്ലേ? നിങ്ങൾ അതാലോചിക്കണം. അവിടെ 2 ഉദ്യോഗസ്ഥരെ നിയമിച്ചിരിക്കുന്നവർ ആഴ്ചയിൽ മാസത്തിൽ 1 ദിവസം വരുന്നതിന് അവർക്ക് 1,00,000 രൂപ ശമ്പളമാണ്. മാസത്തിൽ 1 ദിവസം വന്ന് 10 ചെക്ക് ഒപ്പിട്ട് പോകുന്നതിന് അവർക്ക് മൊത്തം എല്ലാം കൂടെ 5 ലക്ഷത്തിനും 7 ലക്ഷത്തിനും ഇടയിൽ ചെലവാണ്. ആ 7 ലക്ഷം രൂപ ഇവിടെയുള്ള 40 തൊഴിലാളികൾക്ക് ശമ്പളം മാസം കൊടുക്കാൻ തരും. അവർക്കൊന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അതിൽ നിന്ന് ഒട്ടും പുറന്നോട്ടില്ല. ഈ സംയുക്ത സമരസമിതി പറഞ്ഞതാ, അല്ലാതെ പറഞ്ഞിട്ടിട്ട് പോവുകയല്ല. ഞങ്ങളതിൻ്റെ തുടർ നടപടികൾ 5-ാം തീയതിക്ക് ശേഷം തീരുമാനിക്കും. ഇന്നലെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ വന്നൊരു വാർത്തയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ജഡായിപ്പാറ ടൂറിസം പ്രോജക്റ്റിൽ ആദ്യമായിട്ടല്ല തൊഴിലാളികൾക്ക് വേണ്ടി യൂണിയനുകൾ ചർച്ച നടത്തുന്നതും സമരം നടത്താൻ തീരുമാനിക്കുന്നത്. പോയ വർഷം നമുക്കറിയാം, കോവിഡിന് ശേഷം ഇത് 2ാമത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ച ശേഷം കഴിഞ്ഞ വർഷം തൊഴിലാളികൾക്ക് അർഹമായ ബോണസും ആനുകൂല്യങ്ങളും കിട്ടണം എന്ന് ഇതേ ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അന്ന് ഈ പറയുന്ന 3 യൂണിയനും ചേർന്നാണ് സംയുക്തമായി നോട്ടീസ് കൊടുക്കുകയും മാനേജ്മെൻറ്റുമായി ചർച്ച പല ആവർത്തി നടത്തുകയുണ്ടായി. മാനേജ്മെൻറ്റുമായിട്ട് ചർച്ച നടത്തുന്നത് ഞങ്ങൾ ഇന്നിപ്പോൾ നിങ്ങൾ ഇന്നലെ വാർത്ത കൊടുത്തു, രഹസ്യ ചർച്ച നടത്തി കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നേരത്തെ വിമൽ സാർ പറഞ്ഞതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പല അർത്ഥങ്ങളുണ്ട്.
ഞങ്ങളാരും രഹസ്യ ചർച്ച നടത്താൻ പോയിട്ടില്ല. അവിടെയാണ് അവരുടെ കോർപ്പറേറ്റ് ഓഫീസ് ഗുരുചന്ദ്രികയുടെ അന്നും പല ചർച്ചകളും അവിടെയാണ് നടത്തിയിട്ടുള്ളത്. അതൊരു പബ്ലിക് സ്ഥാപനമാണ്, റെസ്റ്റോറൻ്റാണത്. അതിൻ്റെ താഴെ 100 കണക്കിന് ആളുകൾ വരുന്ന സ്ഥലമാണ്. അവിടെ ചർച്ച നടത്താൻ പോയി. അതിൽ തെറ്റുണ്ടെന്ന് ഞങ്ങളാരും കരുതുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇത്തരം ചർച്ച നടത്തിയ ശേഷമാണ് ഓണത്തിന് DLO ഓഫീസിൽ വെച്ച് 2 ദിവസം ചർച്ച നടത്തിയാണ് അവസാനം ആ ചർച്ച പരിസമാപ്തിയിലെത്തുന്നതും അർഹമായ ബോണസും ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെയാണ് ഈ വർഷവും. ഈ ചർച്ച ഒരു ദിവസം കൊണ്ട് അവസാനിക്കുമെന്ന കരുതി തന്നെ അല്ല യൂണിയനുകൾ നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ DLO ഓഫീസിൽ ചർച്ച നടത്തി. പിന്നെ D സന്തോഷ്, വിമൽ സാറ്, ശ്രീ സഹാബുദ്ദീൻ പുള്ളിപ്പച്ചി, AR റിയാസ് അടക്കമുള്ള തൊഴിലാളി യൂണിയന്റെ നേതാക്കന്മാരെല്ലാം അവിടെ ഉണ്ടായിട്ട് ഈ മാനേജ്മെന്റ് അവിടെ തിരിഞ്ഞു നോക്കിയില്ല. അതുകൊണ്ടാണ് വീണ്ടും ഇത്തരം ഒരു നടപടിയിലേക്ക് അവർ പോകേണ്ടി വന്നത്. തീർച്ചയായും ഞങ്ങളുടെ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ എന്താണ് എന്ന് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ പിന്നാക്കം പോകുന്ന അവസ്ഥ. ഇത് കടൽ മലിനം കള്ളക്കടത്ത് നടത്താൻ തീരുമാനിച്ചവരല്ല ഞങ്ങൾ ഇറച്ചയ്ക്ക് പോയത്, തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഇറച്ചയ്ക്ക് പോയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ട ആളുകളുടെ പ്രതികരണം കൂടി ആരാഞ്ഞിട്ട് വേണമായിരുന്നു ഇത്തരം വാർത്തകൾ കൊടുക്കാനുള്ളത്. തീർച്ചയായും ഏതെങ്കിലും യൂണിയനുകൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവർ തൊഴിലുടമസ്ഥരുമായി ബന്ധപ്പെടേണ്ടതാണ്. INTUC, CITU, AITUC ഒരുമിച്ച് നോട്ടീസ് കൊടുത്തൊരു വിഷയത്തിൽ അവർ ചർച്ച നടത്തി, DLO ഓഫീസിൽ പോയി ചർച്ച നടത്തി ഞങ്ങളെ വിളിച്ച കാര്യത്തിനകത്ത് മറ്റ് യൂണിയനുകൾ, ഉമ്മൽ സാറ് പറഞ്ഞ പോലെ മറ്റ് യൂണിയനുകളെ ക്ഷണിച്ചോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ തൊഴിലാളികൾ ഒരുമിച്ച് കൂട്ടായെടുത്ത സമരമാണ്. ഇവിടെ പല വിഷയങ്ങൾ നിങ്ങൾക്കറിയാം, നിങ്ങളവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. INTUCയുടെയും CITUയുടെയും AITUCയുടെയും തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നിന്നാണ് അവിടെ സമരം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചതും സമരത്തിന് ഇറങ്ങിത്തിരിച്ചതും. പോയ വർഷവും ഇതേപോലെ തന്നെയായിരുന്നു ഞങ്ങൾ സമരം നടത്തിയതും ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് കൊടുത്തു. അതുകൊണ്ട് നമ്മൾ ഈ രഹസ്യ ചർച്ച നടത്തി അല്ലെങ്കിൽ ചർച്ച നടത്തി കണ്ടുപിടിച്ചു എന്ന് പറയാൻ ഞങ്ങൾ ആരും ഒരു രഹസ്യവും ചർച്ച ചെയ്തിട്ടില്ല. തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകളെ പറ്റി മാത്രമേ ഇവിടെ ചർച്ചയുള്ളൂ. വേറെ ഒന്നിനെ പറ്റി ഞങ്ങൾ ചർച്ച നടത്തില്ല. അതുകൊണ്ട് ഇത്തരം തെറ്റായ വാർത്തകൾ കൊടുക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. തീർച്ചയായും ഈ തൊഴിലാളികൾക്ക് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ നേരത്തെ ഇവിടെ യൂണിയനുകൾ സംയുക്തമായി തീരുമാനിച്ചതുപോലെ 6-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്, പണിമുടക്ക് സമരത്തിലേക്ക് പോകേണ്ടി വരും. മറ്റൊരു കാര്യം ചോദിക്കട്ടെ, മീഡിയയുടെ വാർത്ത കൊടുക്കുന്ന രീതിയെ കുറിച്ച് കോൺഗ്രസ് നേതാവ് സാധനം ഇപ്പോൾ പ്രതികരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അംഗീകൃത തൊഴിലാളി സംഘടന എന്ന നിലയിൽ BMSന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ആ വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തുകയും അവരുടെ ആരോപണമാണ് രഹസ്യ ചർച്ച എന്നുള്ളത്. ഒരിക്കലും മീഡിയയുടെ ഭാഗത്തുനിന്നുള്ള വാർത്തയല്ല. തീർച്ചയായിട്ടും അതെ. അത് പക്ഷേ നിങ്ങളുടെ വാർത്ത വായിക്കുന്ന ഒരാൾക്ക് ഇത് അവരുടെ ആരോപണമാണ് എന്ന് തോന്നുന്ന തരത്തിലല്ല വാർത്ത. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, പണ്ടൊരു രാജാവിന്റെ മുമ്പിൽ ചെന്ന് ഒരാൾ പറഞ്ഞു ഇന്ന് രാജാവ് മരിക്കുമെന്ന്. അപ്പോഴേ അയാൾ രാജാവ് അയാളെ തലാണ്ടിച്ചു. വേറൊരാൾ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ മകൻ നാളെ രാജാവാകും, അയാൾക്ക് തല ചുമന്നു കൊണ്ടുപോകാനുള്ള സ്വർണം കൊടുത്തു. രണ്ടും ഒന്നാണ്. രാജാവിന് എത്തെങ്കിലേ മോൻ രാജാവാകും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ രഹസ്യ ചർച്ച എന്നുള്ളതിനെ കുറിച്ചാണ് സാധനം പറഞ്ഞത്. സ്റ്റേറ്റ്മെന്റ് അല്ല, ആരോപണമാണ്. സ്റ്റേറ്റ്മെന്റില് അത് ഉത്തരവാദപ്പെട്ട പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ പേരടക്കം വെച്ചുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് തന്നത്. അപ്പോൾ അങ്ങനെ തരുമ്പോൾ തീർച്ചയായിട്ടും മീഡിയ എന്ന നിലയിൽ നമുക്ക് ചില കാര്യങ്ങളിൽ ചില രഹസ്യ സ്വഭാവം ഉണ്ടെങ്കിൽ അത് അല്ല, അങ്ങനെ രഹസ്യ സ്വഭാവം ഉണ്ടായിട്ട് ഒരു കാര്യം കൂടി ഓർക്കാറുണ്ട്. ഒരു കാര്യം പ്രത്യേകിച്ച് അവരുടെ ഓഫീസിൽ വെച്ച് അല്ല, നമ്മളിനി ആ വിഷയം വിട്ടു. നമ്മളെ സംബന്ധിച്ച് രഹസ്യമില്ലായിരുന്നു, പച്ചയായ പരസ്യമായിരുന്നു. അതുകൊണ്ടാണ് അവർ വന്ന് കഥവ് നോക്കിയപ്പോൾ കയറി വരാൻ പറഞ്ഞത്. കഥ തുറന്ന് വരുന്നത്. അതെ, കഥവ് തുറന്നു കിടക്കുകയാണ്. അപ്പൊ അവര് ധൈര്യമായിട്ട് വരാൻ അവസരം കിട്ടിയത് രഹസ്യ ചർച്ച എന്ന് പറഞ്ഞാൽ എന്താ? അടച്ചിട്ട മുറിയിലല്ലായിരുന്നു ചർച്ച. കഥകിടച്ച് ആരെയും കയറ്റി ഏതെങ്കിലും ഹോട്ടൽ മുറിയിൽ. അപ്പൊ അങ്ങനെയല്ല, അവര് സുഖമായിട്ട് കയറി വന്നു. ഇവിടെ ചർച്ച നടക്കുന്നുണ്ടോ എന്ന് ദീപക്കിനോട് കണ്ട് ചോദിക്കുന്നു. ദീപക് അല്ലല്ല ലേബർ ഓഫീസർ ഉണ്ടോ എന്ന് ചോദിച്ചു. സംയുക്തമായിട്ട് 3 യൂണിയനാണ് സംയുക്ത ട്രേഡ് യൂണിയൻ നിലയ്ക്ക് കത്ത് കൊടുത്തത്. നമ്മളെയാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. DLO വിളിച്ചതെടുത്ത് നമ്മളെയാണ് വിളിച്ചത്. അതൊക്കെ ആദ്യം കേട്ടൊക്കെ പലരും വരും, അത് നമുക്ക് വിഷയമല്ല. ഇന്നലെ വിളിക്കേണ്ടത് മാനേജ്മെന്റ് നിലയ്ക്ക് അഞ്ചാം ആൾക്കാരാണ് വിളിക്കേണ്ടത്. അവർ വിളിക്കേണ്ട കാര്യത്തിന് നമ്മൾ വിളിക്കേണ്ട കാര്യമില്ല. നമ്മൾ 3 ആലോചിച്ചാണ് പോയി ചർച്ചയ്ക്ക് പോയത്. ഇത് തുടർന്നും അത് തന്നെയാണ്. അപ്പോൾ ഈ തൊഴിലാളി സമരവുമായി ബന്ധപ്പെട്ട 5-ാം തീയതി നൽകിയ ഉറപ്പ് ലംഘിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുള്ള സമരമായി? 5-ാം തീയതി ഉറപ്പല്ല. DLO
അവിടെ പരിശോധന നടത്തി ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടെല്ലാം ശരിയാണെന്നും 5-ാം തീയതി പരിഹരിക്കണമെന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ 5-ാം തീയതി പരിഹരിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. പരിഹരിച്ചില്ലെങ്കിൽ 6-ാം തീയതി നമ്മൾ സംയുക്തമായിട്ട് കൂടി ശക്തമായ സമര പരിപാടികളായിരിക്കും. വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതും പരിഗണിക്കും. ആ രീതിയിലാണ് പോകുന്നത്.